എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടോവിനോ തോമസിനാണ് നമ്മളൊന്ന് വരയ്ക്കാൻ പോകുന്നത്. നിങ്ങൾ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത് എങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തേക്കൂ. ഈ മെത്തേഡിലൂടെ നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ഫേസ് വരച്ചെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. വളരെയധികം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമാണ് ഈ വരയ്ക്കുന്നത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ബേസിക് ആയിട്ടുള്ള ലൈനുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രോയിങ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഹെയർ ലൈൻ വരച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഐലൈനാണ് വരച്ചിരിക്കുന്നത്. പിന്നീട് അതേ അളവിൽ തന്നെയാണ് നമ്മുടെ നോസ് ലൈൻ വരയ്ക്കുന്നത്. പിന്നീട് നമുക്കൊരു സർക്കിൾ വരച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ 3 ലൈനുകളും വരച്ചതിന് ശേഷം നമ്മൾ പിന്നീട് വരയ്ക്കുന്നത് ലിപ്പ് ലൈനാണ് വരയ്ക്കുന്നത്. മീശയുടെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ ഈ ലൈൻ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് താടിയുടെ ലൈനാണ് വരയ്ക്കുന്നത്. പിന്നീട് നമ്മൾ വരച്ചെടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഫേസിന് ഒരു ചെറിയൊരു ചെരിവുണ്ട്. ആ ചെരിവിനനുസരിച്ചിട്ടുള്ളൊരു സ്ട്രൈറ്റ് ലൈനാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മളൊരു സർക്കിളാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. ഞാനിവിടെ പെൻസിൽ കൊണ്ട് അളവെടുത്താണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കത് വേറെ എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലൊരു സർക്കിൾ വരയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയാണ് ഈ സർക്കിൾ മാർക്ക് ചെയ്യുന്നത്. അതായത് ഒരു കാരണവശാലും നമ്മുടെ വരയ്ക്കുന്നത് മാറിപ്പോവുകയില്ല. അതിൻ്റെ കണ്ണിൻ്റെ പൊസിഷൻ ഒട്ടും തന്നെ മാറാതെ വരയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സർക്കിൾ വരയ്ക്കുന്നത്. അങ്ങനെ നമ്മുടെ സർക്കിൾ വരച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഐയുടെ സ്റ്റാർട്ടിംഗ് പൊസിഷനാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലൈൻസുകളെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ കണ്ണാണ് നമ്മൾ ആദ്യം വരച്ച് തുടങ്ങുന്നത്. നമ്മൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡോട്ടുകൾ ഇട്ട് കൊടുക്കുക. ചെറിയ 2 ഡോട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് ആ ഡോട്ടിലേക്ക് ലൈൻസ് വരച്ചു കൊടുത്ത് രൂപം കറക്റ്റ് ചെയ്യാണ് ഞാൻ ചെയ്യാറ്. നിങ്ങളതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ കറക്റ്റ് ഏകദേശം നമുക്ക് അതിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും. മുകളിലേക്ക് നോക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ കണ്ണുകളുള്ളത്. ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ കണ്ണ് നമ്മൾ നോക്കുമ്പോൾ കണ്ണിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കിയെല്ലാം ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം നമുക്ക് വരയ്ക്കാനായിട്ട്. അപ്പോൾ അടുത്തതായി നമ്മൾ പിരികാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ പിരികം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷേപ്പില്ലാതെയാണ് ആ പിരികത്തിൻ്റെ ഹെയറുകളെല്ലാം കിടക്കുന്നത്. അതുപോലെ തന്നെ പിരികത്തിൻ്റെ അടിവശത്ത് കുറച്ച് ഹെയർ ഇല്ലാത്ത പോലെയാണ്, ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 പിരികവും ജോയിൻ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏകദേശം ശ്രദ്ധിച്ചാൽ തന്നെ ഏകദേശം നല്ലൊരു പിരികം വരയ്ക്കാൻ പറ്റും. അടുത്തതായി നമ്മൾ മൂക്കാണ് വരയ്ക്കാൻ പോകുന്നത്. മൂക്ക് വരയ്ക്കുവാനായിട്ട് നമ്മളൊരു സിമ്പിൾ ട്രിക്കാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഈ രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മൂക്ക് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾ മൂക്ക് വരയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ രീതിയിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ റൗണ്ടുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ചാൽ മാത്രം മതി, നല്ലൊരു മൂക്കിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടുന്നതാണ്. മൂക്കിൻ്റെ ഒരു ഭാഗം ഒരു നല്ല ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത്. ആ ഭാഗം നമ്മളൊന്നൊരു ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് നിർത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്.
ജസ്റ്റ് ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. മൂക്കിൻ്റെ രണ്ട് ഭാഗത്തും നമ്മൾ ഇതുപോലെ ഷെയ്ഡ് ചെയ്തെടുക്കണം. അങ്ങനെ ഏകദേശം നമ്മുടെ മൂക്ക് വരച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ മീശയാണ് വരയ്ക്കുന്നത്. മീശ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഡാർക്ക് പോർഷൻസ് മാത്രമാണ് നമ്മൾ വരച്ചിടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ വൈറ്റ് പോർഷൻസ് വരുന്നുണ്ട്. അതൊന്നും നമ്മൾ പെൻസിൽ വെച്ച് വരയ്ക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഒഴിവാക്കിയിട്ടിട്ട് ഡാർക്ക് പോർഷൻസ് മാത്രം നമ്മൾ വരയ്ക്കുക. അങ്ങനെ ഏകദേശം നമ്മുടെ മീശയുടെ ഷേപ്പായിട്ടുണ്ട്. അടുത്ത് പിന്നെ ലിപ്പാണ് വരയ്ക്കാനുള്ളത്. ചുണ്ടിനടിയിൽ വരുന്ന ഡാർക്ക് ഹെയറുകൾ മാത്രം ഒന്ന് വരച്ചിടുക. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഹെയറും അതുപോലെ തന്നെ താടിയും എല്ലാം തന്നെ ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടാൽ മാത്രം മതി. അപ്പം തന്നെ ഏകദേശം ഒരു ഷേപ്പായി മാറും. അങ്ങനെ ഏകദേശം നമ്മുടെ ഒരു ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ബാക്കി എല്ലാം വരയ്ക്കുന്നത്. മറ്റ് വേറെ പെൻസിലിൻ്റെ ഒന്നും പ്രത്യേകിച്ച് ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ചാർക്കോളിൻ്റെ പൗഡർ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ഹെയറും കാര്യങ്ങളും ഡാർക്ക് പോർഷൻസൊക്കെ കംപ്ലീറ്റ് അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വരച്ചു തുടങ്ങാം.